പാരഗ്രാഫ് 5 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ ഫേമസ് സ്പീച്ചാണ്. മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറിന്റെ ഫേമസ് സ്പീച്ചാണ് ഐ ഹാവ് എ ഡ്രീം, അതിലൊരു ഭാഗം. അപ്പൊ അവിടെ പറയുന്നത് 5 years ago ഒരു ഗ്രേറ്റ് അമേരിക്കന്റെ സിംബോളിക് ഷാഡോയിലാണ് നമ്മുടെ ഇവിടെ നിൽക്കുന്നത്. ആ അമേരിക്കൻ ഇമാൻസിപ്പേഷൻ പ്രൊക്ലമേഷൻ സൈൻ ചെയ്തു. അത് മില്യൺസ് ഓഫ് സ്ലേവ്സിന് ഇറ്റ് വാസ് എ ഗ്രേറ്റ് ബീക്കൺ ഓഫ് ലൈറ്റ്. പിന്നെ ഇത് ഹോപ്പും ആയിരുന്നു, അതായത് ഇൻജസ്റ്റിസിന്റെ ഫ്ലെയിംസിൽ വിതർ ചെയ്തുകൊണ്ടിരിക്കുന്ന അവർക്ക് ഒരു ഹോപ്പും ആയിരുന്നു. അതൊരു ജോയസ് ജേ ബ്രേക്ക് ആയിരുന്നു. അവരുടെ ലോങ് നൈറ്റ് ഓഫ് ക്യാപ്റ്റിവിറ്റി എൻഡ് ചെയ്യുന്ന ഒരു ജോയസ് ജേ ബ്രേക്ക് ആയിരുന്നു. പക്ഷെ 100 വർഷങ്ങൾക്ക് ശേഷവും ബ്ലാക്ക് അമേരിക്കൻസ് അല്ലെങ്കിൽ ആഫ്രിക്കൻ അമേരിക്കൻസ് ആർ സ്റ്റിൽ നോട്ട് ഫ്രീ. 100 years later അവരുടെ ലൈഫ് ഇപ്പോഴും സെഗ്രഗേഷനും ഡിസ്ക്രിമിനേഷനും ക്രിപ്പിൾ ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. 100 വർഷങ്ങൾക്ക് ശേഷവും അവരൊരു ലോൺലി ഐലൻഡ് ഓഫ് പോവർട്ടിയിലാണ് താമസിക്കുന്നത്. when the ocean around them is one of material prosperity. പിന്നെ 100 വർഷങ്ങൾക്ക് ശേഷവും അവര് ഇപ്പോഴും ലാംഗ്വേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇൻ ദ കോർണർ ഓഫ് അമേരിക്കൻ സൊസൈറ്റി അറ്റ് എക്സൈൽ ഇൻ ദെയർ ഓൺ ലാൻഡ്. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ടു ഡ്രാമറ്റൈസ് എ ഷെയിംഫുൾ കണ്ടീഷനെ ഡ്രാമറ്റൈസ് ചെയ്യാൻ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് ഈ നേഷന്റെ ക്യാപിറ്റലിൽ ഒരു ചെക്ക് ക്യാഷ് ചെയ്യാനാണ്. അപ്പൊ നമ്മുടെ റിപ്പബ്ലിക്കിന്റെ ആർക്കിടെക്ട്സ് അവര് കോൺസ്റ്റിറ്റ്യൂഷന്റെ വേർഡ്സ് എഴുതിയപ്പോ, ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസിന്റെ വേർഡ്സ് എഴുതിയപ്പോ അവരൊരു പ്രോമിസറി നോട്ട് സൈൻ ചെയ്യായിരുന്നു എല്ലാ അമേരിക്കൻസിനും. ആ നോട്ട് പ്രോമിസ് ചെയ്തത് എല്ലാവർക്കും, ഇൻക്ലൂഡിങ് പീപ്പിൾ ഓഫ് കളർ, അവർക്ക് അൺഎലിയനബിൾ റൈറ്റ്സ് കിട്ടും ഓഫ് ലൈഫ്, ലിബർട്ടി ആൻഡ് ദ പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ്. പക്ഷെ ഇന്നത്തെ ഒരു അവസ്ഥ നോക്കുമ്പോൾ ഇറ്റ് ഈസ് ഓബിയസ് അമേരിക്ക പ്രോമിസറി നോട്ടിൽ നിന്ന് ഡിഫോൾട്ട് ചെയ്തു എന്നുള്ളത് ഓബിയസ് ആണ് വെൻ ഇറ്റ് കംസ് ടു ഹർ സിറ്റിസൺസ് ഓഫ് കളർ. അവര് ബ്ലാക്ക് പീപ്പിളിന് ഒരു ബാഡ് ചെക്കാണ് കൊടുത്തത്. ആൻഡ് ദ ചെക്ക് ഹാസ് കം ബാക്ക് സെയിങ് ദാറ്റ് ദ ഫണ്ട്സ് വർ ഇൻസഫിഷ്യന്റ്. പക്ഷെ ഞങ്ങൾ ബിലീവ് ചെയ്യുന്നത് ബാങ്ക് ഓഫ് ജസ്റ്റിസ് ബാങ്ക്രപ്റ്റ് അല്ല എന്നാണ്. വി റിഫ്യൂസ് ടു ബിലീവ് ദാറ്റ് ദ ബാങ്ക് ഓഫ് ജസ്റ്റിസ് ഇസ് ബാങ്ക്രപ്റ്റ്. പിന്നെ ഞങ്ങൾ ബിലീവ് ചെയ്യാൻ റെഫ്യൂസ് ചെയ്യുന്നു ഗ്രേറ്റ് വാൾസ് ഓഫ് ഓപ്പർച്യൂണിറ്റിയിൽ ഇൻസഫിഷ്യന്റ് ഫണ്ട്സ് ആണ് ഉള്ളതെന്ന്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ഒരു ചെക്ക് ക്യാഷ് ചെയ്യാനാണ്. ആ ചെക്ക് വെൻ വി ഡിമാൻഡ് ഷുഡ് ഗിവ് us riches of freedom and security of justice. ഞങ്ങൾ ഈ ഹാലോവുഡ് സ്പോട്ടിൽ, ഈ സീക്രട്ട് സ്പോട്ടിൽ വന്നിരിക്കുന്നത് അമേരിക്കയെ റിമൈൻഡ് ചെയ്യാനാണ് ദാറ്റ് ദ സിറ്റുവേഷൻ ഇസ് അർജന്റ്. അപ്പോ സമയമില്ല, കൂളിംഗ് ഓഫ് എന്ന ലക്ഷറിക്ക് ഇവിടെ സമയമില്ല. ഗ്രാജുവലിസം എന്ന ട്രാങ്കുലൈസിംഗ് ഡ്രഗ് എടുക്കാനായിട്ട് നമുക്കിവിടെ സമയമില്ല. So now let's look at the questions. What came as a joyous daybreak to end the long night of captivity of African Americans? It was the Emancipation Proclamation. പിന്നെ എങ്ങനെയാണ് മാർട്ടിൻ ലൂതർ കിങ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് 100 വർഷങ്ങൾക്ക് ശേഷം ആഫ്രിക്കൻ അമേരിക്കൻസ് ഇപ്പോഴും ഫ്രീ അല്ല എന്നുള്ളത്? അപ്പോൾ ഇവിടെ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ പറയുന്നുണ്ട് 100 years later ബ്ലാക്ക് പീപ്പിൾ ദേ ആർ സ്റ്റിൽ നോട്ട് ഫ്രീ. അവരുടെ ലൈഫ് ക്രിപ്പിൾഡ് ആണ് ബൈ സെഗ്രിഗേഷൻ ആൻഡ് ഡിസ്ക്രിമിനേഷൻ. പിന്നെ അവരിപ്പോഴും ഒരു ലോൺലി ഐലൻഡ് ഓഫ് പോവർട്ടിയിലാണ് താമസിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അമേരിക്ക ഹാസ് ഡിഫോൾട്ടഡ് ഓൺ ദ പ്രോമിസറി നോട്ട്, വൈ? അപ്പൊ അമേരിക്ക കോൺസ്റ്റിറ്റ്യൂഷനിലും ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസിലും പറയുന്ന പ്രോമിസസിൽ നിന്ന് തിരിച്ചു നടന്നു, ബാക്ക് ട്രാക്ക് ചെയ്തു എന്നാണ് പറയുന്നത്. സോ പീപ്പിൾ ഓഫ് കളറിനെ സംബന്ധിച്ചിടത്തോളം ബാക്ക് ട്രാക്ക് ചെയ്തു എന്നാണ് മാർട്ടിൻ ലൂതർ കിങ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ദേ ആർ സെഗ്രിഗേറ്റഡ്, അവർക്ക് ജസ്റ്റിസ് കിട്ടുന്നില്ല, ഈക്വാലിറ്റി കിട്ടുന്നില്ല എന്നൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി ഈ പാസേജിൽ ഒരു മോണിറ്ററി സിംപിളൈസേഷൻ ഉണ്ട്. സോ ദാറ്റ്സ് ഓബിയസ്ലി ഓൾ ദ ടോക്ക് അബൌട്ട് ചെക്സ്. അപ്പൊ ഇവിടെ പ്രോമിസ് ചെയ്ത് ബ്രോക്കൺ പ്രോമിസസിനെ ബാഡ് ചെക്സ് എന്നാണ് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഇൻസഫിഷ്യന്റ് ഫണ്ട്സ് എന്ന് പറഞ്ഞിട്ട് പീപ്പിൾ ഓഫ് കളറിന് കൊടുത്ത ചെക്സും പ്രോമിസസും എല്ലാം തിരിച്ചു വന്നു എന്നാണ് മാർട്ടിൻ ലൂതർ കിങ് ഇവിടെ പറയുന്നത്. പിന്നെ മാർട്ടിൻ ലൂതർ കിങ് പറയുന്നുണ്ട്, അതായത് അങ്ങനെ ഇൻസഫിഷ്യന്റ് ഫണ്ട്സ് ആണ് ഉള്ളതെന്ന് വി റെഫ്യൂസ് ടു
ബിലീവ് എന്ന് പറയുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ആ ചെക്ക് ക്യാഷ് ചെയ്യാനാണ്. കം ഹിയർ ഓൺ ടു ദിസ് ഹാലോഡ് ഗ്രൗണ്ട് ടു ക്യാഷ് എ ചെക്ക് എന്നാണ് മാർട്ടിൻ ലൂതർ കിങ് പറയുന്നത്. ഇപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വി ഹാവ് കം ടു ദിസ് ഹാലോഡ് സ്പോട്ട്. വാട്ട് ഡു യു തിങ്ക് ഹാലോഡ് മീൻസ്? ഹാലോഡ് എന്ന് വെച്ചാൽ സീക്രട്ട് എന്നാണ് അർത്ഥം. നൗ കമ്മിങ് ബാക്ക് ടു പാസേജ് 5. ഈ പാസേജ് 5 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 കാര്യങ്ങൾ കൂടെ ഉണ്ട്. ഇതില് നമ്മൾ കോംപ്രിഹെൻഷൻ പാസേജിൽ ചോദിക്കുന്ന കോമൺ ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻ ടൈപ്സ് കാണാം. അതായത് മീനിങ് ഓഫ് വേർഡ്സ്, പിന്നെ അതേപോലെ ദ സ്കിൽഫുൾ യൂസ് ഓഫ് ലാംഗ്വേജ്, അതായത് മോണിറ്ററി സിംബലൈസേഷൻ. ഇതെല്ലാം ഏത് റീഡിംഗ് കോംപ്രിഹെൻഷൻ പാസേജ് വായിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സോ നൗ ലെറ്റ്സ് ലുക്ക് അറ്റ് പാസേജ് 6. അപ്പൊ ആനിമൽ എത്തിക്സിനെ പറ്റിയിട്ടാണ് പാസേജ് 6. അപ്പൊ അതൊരു റിലേറ്റീവ്ലി റീസെന്റ് ഐഡിയ ഓഫ് കണ്ടൻഷൻ ആണെന്ന് തോന്നുമെങ്കിലും ആ ഡിബേറ്റ്, ഈ മോറൽ കൺസിഡറേഷനെ പറ്റിയുള്ള ഡിബേറ്റ് തുടങ്ങിയിട്ട് കാലം കുറെ ആയി. അപ്പോൾ ഏർലി ആന്റിക്വിറ്റിയിലേക്ക് നമുക്ക് ഇതിനെ ട്രേസ് ചെയ്യാനായിട്ട് പറ്റും. ഹെസിയോഡ്സ് പോയമാണ് ഏർലിയസ്റ്റ് ഗ്രീക്ക് അറ്റംപ്റ്റ് ഹ്യൂമൻസിനെ ആനിമൽസിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള ഏർലിയസ്റ്റ് ഗ്രീക്ക് അറ്റംപ്റ്റ്. അപ്പൊ അതിന് പറയുന്നത് ഹ്യൂമൻസിന് ഡിവൈൻ ഗിഫ്റ്റ് ഓഫ് ജസ്റ്റിസ് കിട്ടി, അത് വേറൊരു ലിവിങ് ക്രീച്ചറിനും കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. 3rd സെഞ്ചുറി ഫിലോസഫർ ആയ പോർഫറി പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഓൺ ആബ്സ്റ്റിനൻസ് ഫ്രോം ആനിമൽ ഫുഡ് എന്ന് അദ്ദേഹത്തിന്റെ വർക്കിൽ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അനിമൽ സ്ലോട്ടർ തുടങ്ങിയതിനൊപ്പം തന്നെ വോറും ഇൻജസ്റ്റിസും വേൾഡിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. പോർഫറി നമുക്ക് ഇന്നത്തെ കാലത്ത് നമ്മൾ ഒരു അഡ്വക്കേറ്റ് എന്ന് പറയും. ആനിമൽ റൈറ്റ്സിന്റെയും വെജിറ്റേറിയനിസത്തിന്റെയും ഒരു അഡ്വക്കേറ്റ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. He does so on both spiritual and ethical grounds. ഈ നിയോപ്ലറ്റോണിക് ഫിലോസഫർ വിശ്വസിച്ചിരുന്നത് അനിമൽസ് കോൺഷ്യസ് ആണ്, ദേ ആർ കേപ്പബിൾ ഓഫ് അസസിങ് സിറ്റുവേഷൻസ്, അവർക്ക് മെമ്മറി ഉണ്ട്, പിന്നെ ദേ ക്യാൻ പ്ലാൻ ആൻഡ് കമ്മ്യൂണിക്കേറ്റ്. പിന്നെ ആനിമൽസിനെ കൊല്ലുക എന്നുള്ളത് ഹി ബിലീവ് ദാറ്റ് ഇറ്റ് ഡൈവേർട്ടഡ് ഫ്രം ദ മച്ച് നീഡഡ് സ്പിരിച്വൽ പ്രോഗ്രസ് ഓഫ് ഹ്യൂമൻസ്. പിന്നെ അദ്ദേഹം സജസ്റ്റ് ചെയ്തത് നമ്മൾ മീറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ ബോഡി കറക്റ്റും അൺഹെൽത്തി ആവും, അത് ഒബേസിറ്റിയിലേക്ക് ലീഡ് ചെയ്യും. ഇപ്പൊ മോർ ഇമ്പോർട്ടൻ്റ്ലി പോർഫറി അസേർട്ട് ചെയ്തിരുന്നത് ഒരു ഹാംലെസ് ആനിമലിനെ കൊല്ലുക എന്നുള്ളത് ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ കൊല്ലുക എന്നുള്ളതിൽ നിന്നും അത്രയും ഡിഫറെന്റ് അല്ല എന്ന് ആണ്. അപ്പോ ഇത് എന്ത് പറയുന്നതിന് തുല്യമാണ്? ആനിമൽ ലൈഫ് ഈസ് ഈക്വൽ ടു ദാറ്റ് ഓഫ് എ ഹ്യൂമൻ എന്ന് പറയുന്നതിനും തുല്യമാണ്. And this view aligns with today's philosophy. പക്ഷെ എന്താ പറയുക, ആനിമൽ റൈറ്റ്സിന്റെ പല ചാമ്പ്യൻസ് പോലും വിശ്വസിക്കുന്നത് ഹ്യൂമൻ ലൈഫ് ആനിമൽ ലൈഫിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. ഐ ഡോണ്ട് ബിലീവ് ദാറ്റ് ഹ്യൂമൻ ബീങ്സ് ആർ മോർ ഇമ്പോർട്ടൻ്റ് ഓർ വാല്യുബിൾ ദാൻ ആനിമൽസ്. ഐ തിങ്ക് ഇറ്റ്സ് പോസിബിൾ. നമ്മുടെ ലൈഫ് നമുക്ക് ഇത്ര ഇമ്പോർട്ടൻ്റ് ആണ്, അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല അവർക്ക് അവരുടെ ലൈഫ് എന്നാണ് ഞാൻ തിങ്ക് ചെയ്യുന്നത്. ഇത് 2 വ്യൂസിൽ ഒന്നാണ്. ഐ എം ആംബിവലന്റ് ബിറ്റ്വീൻ ദീസ് 2 വ്യൂസ് എന്നാണ് പ്രൊഫസർ ക്രിസ്റ്റ്യൻ കോഴ്സ്ഗാർഡ്, ഹാർവേർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ക്രിസ്റ്റ്യൻ കോഴ്സ്ഗാർഡ്. ഷീ ഈസ് എ റെസ്പെക്റ്റഡ് മോറൽ ഫിലോസഫർ ആൻഡ് അനിമൽ റിലേഷൻ പ്രൊഫസർ പറയുന്നത്. മറ്റേ വ്യൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ ഏതൊരു ക്രീച്ചറിൽ നിന്നും ലൈഫ് എടുക്കുമ്പോൾ ആ ക്രീച്ചറിന് മാറ്റർ ചെയ്യുന്ന എല്ലാതും നമ്മൾ എടുക്കുക. അപ്പോ വൺ ക്രീച്ചേഴ്സ് എവറിത്തിങ് കനോട്ട് ബി മോർ ദാൻ അനദർ ക്രീച്ചേഴ്സ് എവറിത്തിങ്. അപ്പൊ ഫസ്റ്റ് നോൺ അഡ്വക്കേറ്റ് ഫോർ അനിമൽ റൈറ്റ്സ് ആൻഡ് വെജിറ്റേറിയനിസം വാസ് ഗ്രേറ്റ് പൈതഗോറസ്. 6th സെഞ്ചുറിയിലെ ജീവിച്ചിരുന്ന 6th സെഞ്ചുറി BCE ജീവിച്ചിരുന്ന ഗ്രേറ്റ് ഫിലോസഫർ പൈതഗോറസ്. അപ്പൊ അദ്ദേഹമാണ് ആദ്യമായിട്ട് സ്വയം ഫിലോസഫർ അല്ലെങ്കിൽ ലവർ ഓഫ് വിസ്ഡം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇന്ന് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളത് പൈതഗോറസിന്റെ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ തിയർ ആണ്. പക്ഷെ ഈ മാത്തമാറ്റീഷ്യൻ ആണ് ആദ്യമായിട്ട് സജസ്റ്റ് ചെയ്തത് എർത്ത് റൗണ്ട് ആണെന്ന്, മൂൺ ഷൈൻ ചെയ്യുന്നത് സൺലൈറ്റ് റിഫ്ലക്ട് ചെയ്യുന്നത് കൊണ്ട് ആണ്. Pythagoras was held in such extraordinary esteem that some believed that he was the son of Apollo because Pythagoras was extremely handsome. പിന്നെ and the grandson of the mighty Zeus himself. പൈതഗോറസിന്റെ തിയറീസിന്റെ കേസിൽ മാത്രമല്ല ഫേമസ് ആയിരുന്നത്, ഹി വാസ് ഓൾസോ ഫേമസ് ഫോർ ഹിസ് ഫാഷൻ ചോയ്സസ്. അദ്ദേഹം വൈറ്റ് റോബ്സ് വിത്ത് ട്രൗസേഴ്സ് ആണ് ധരിച്ചിരുന്നത്. പിന്നെ
വെജിറ്റേറിയൻ മെയിൻ സ്ട്രീം ആവുന്നത് വരെ പൈതഗോറിയൻ ഡയറ്റ് എന്നുള്ള ഫ്രേസ് ആണ് യൂസ് ചെയ്തിരുന്നത്. പക്ഷെ പൈതഗോറസിന് മീറ്റ് ഫ്രീ എന്ന് ആവുക എന്നുള്ളത് ആനിമൽ വെൽബീയിങ് ആയിട്ട് റിലേറ്റഡ് അല്ലായിരുന്നു. അദ്ദേഹത്തിന് അതിന്റെ ഇംപെറ്റസ് ആയിരുന്നത് മെറ്റംസൈക്കോസിസ് ആയിരുന്നു. അതായത് ഡെത്തിൽ സോള് വേറൊരു ബോഡിയിലേക്ക് പോകുമെന്ന വിശ്വാസം. അങ്ങനെ റിവിലേഷൻ ഉണ്ടായ ആരാണ് പിന്നെ മീറ്റ് കഴിക്കുന്നത്. ഇപ്പൊ പ്രീ സോക്രട്ടിക് ഫിലോസഫർ എംപെഡോക്ലസ് he went so far to compare the act of eating flesh to cannibalism. അപ്പൊ നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. എന്തൊക്കെയാണ് ഏർലിയസ്റ്റ് അപ്പീൽ ഫോർ വെജിറ്ററേനിയനിസം? അപ്പോ വെജിറ്ററേനിയൻസിന് വേണ്ടിയുള്ള ഏർലിയസ്റ്റ് അപ്പീൽ ഇവിടെ പറയുന്നുണ്ട്. അതായത് പോർഫൈറി പറയുന്നു, അതായത് ആനിമൽസ് ദേ ആർ കോൺഷ്യസ്, ദേ ആർ കേപ്പബിൾ ഓഫ് അസസിങ് സിറ്റുവേഷൻസ്, അവർക്ക് മെമ്മറി ഉണ്ട്. പിന്നെ ആനിമൽസിനെ കൊല്ലുക എന്നുള്ളത് നമ്മുടെ സ്പിരിച്വൽ ജേർണി ഡൈവേർട്ട് ചെയ്യുന്നു. പിന്നെ അതേപോലെ തന്നെ killing a harmless animal is no different than killing a human being. പിന്നെ പോർഫൈറി എന്തുകൊണ്ടാണ് ഒരു ആനിമൽ റൈറ്റ്സ് അഡ്വക്കേറ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്? അപ്പൊ പോർഫൈറി ഇന്നത്തെ മോഡേൺ ആനിമൽ റൈറ്റ്സിന് വേണ്ടിയിട്ടുള്ള പല ടോക്കിംഗ് പോയിന്റ്സും അദ്ദേഹം ആ കാലത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് ആനിമൽസിന് കോൺഷ്യസ്നെസ് ഉണ്ട്, ദേ ആർ കേപ്പബിൾ ഓഫ് അസസിങ്, പിന്നെ ഒരു ഹാംലെസ് ആനിമലിനെ കൊല്ലുന്നത് ഹ്യൂമനെ കൊല്ലുന്നതിൽ നിന്നും വ്യത്യസ്തമല്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. This view is in tune with today's philosophical debate about the value of animal life. അപ്പൊ എന്താണ് ടുഡേസ് ഫിലോസഫിക്കൽ ഡിബേറ്റ്? അപ്പൊ അത് ആനിമൽ ലൈഫിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടാണ്. അപ്പൊ ചില ആനിമൽ റൈറ്റ്സ് അഡ്വക്കേറ്റ്സ് പോലും വിശ്വസിക്കുന്നത് ഹ്യൂമൻ ലൈഫ് ആനിമൽ ലൈഫിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ്. പക്ഷെ അങ്ങനെയല്ല, രണ്ട് വ്യൂ പോയിന്റ്സ് അവിടെ വരുന്നുണ്ട്. അതായത് ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് human lives are more important to humans than animal lives are important to animals. പിന്നെ മറ്റേ വ്യൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ക്രീച്ചറിന്റെ ലൈഫ് എടുക്കുമ്പോൾ അവരുടെ വി ടേക്ക് അവേ എവറിത്തിങ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല ഒരു ക്രീച്ചറിന്റെ എവറിത്തിങ് മറ്റൊരു ക്രീച്ചറിന്റെ എവറിത്തിങ്ങിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ പൈതഗോറസ് എന്താണ് പൈതഗോറിയൻ ഡയറ്റ്? ഇറ്റ്സ് ബേസിക്കലി എ വെജിറ്റേറിയൻ ഡയറ്റ്. അപ്പൊ എന്തുകൊണ്ടാണ് പൈതഗോറസ് വെജിറ്റേറിയൻ ഡയറ്റ് സപ്പോർട്ട് ചെയ്യുന്നത്? പൈതഗോറസ് വിശ്വസിച്ചിരുന്നത് മരണത്തിന് ശേഷം സോള് വേറൊരു ബോഡിയിലേക്ക് പോവും എന്നാണ്. അപ്പൊ അതുകൊണ്ടാണ് പൈതഗോറസ് മീറ്റ് കഴിക്കുന്നത് സപ്പോർട്ട് ചെയ്യാതിരുന്നത്. താങ്ക് യു.